വീക്ക് ഇത് ഹോളിഡേയ്സ് ഇങ്ങനെ കിട്ടേണ്ട സന്തോഷത്തിലാണ് എല്ലാവരും. ഇങ്ങനെ നീണ്ടു നിവർന്നൊരു ഹോളിഡേ കിട്ടേണ്ട സന്തോഷം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ചൂട് ഒരു രക്ഷയില്ല. അപ്പോൾ UAE എവിടെ നോക്കിയാലും നല്ല ചൂടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പല ഔട്ട്ഡോർ ആക്ടിവിറ്റീസും പ്ലാൻ ചെയ്യാനും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഏകദേശം 4 മണിയായപ്പോഴാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. പകൽ മൊത്തം വീട്ടിൽ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിങ്ങനെ ഇരുന്നു. 4 മണിയായപ്പോൾ പുറത്തിറങ്ങിയിട്ട് നേരെ വിടുന്നത് മംസാർ ബീച്ചിലേക്കാണ്. അപ്പോൾ നമുക്ക് മംസാർ ബീച്ചും പാർക്കും പ്ലാനിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ബീച്ചിൽ ഇറങ്ങിയില്ല, മോളാണ് ഇറങ്ങിയത്. ഇപ്പോൾ ഈ അടുത്തിടെ റിനോവേറ്റ് ചെയ്ത് ഓപ്പൺ ആക്കിയിട്ടുള്ളതാണ് ഈ മംസാർ ബീച്ച്. അടിപൊളിയായിട്ടുണ്ട്. പാത്ത് വേസും ഗാർഡൻസും ലാൻഡ്സ്കേപ്പൊക്കെ കൊടുത്ത് അതുപോലെ സൈക്കിൾ ട്രാക്കും എല്ലാം ആയിട്ട് അടിപൊളിയായിട്ടുണ്ട്. സാൻഡൊക്കെ ആണെങ്കിലും നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ, വളരെ ചെറിയ കുട്ടികൾ മുതൽ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു. ഈ ചൂടൊക്കെ ആണെങ്കിൽ പോലും ഒത്തിരി ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ഒരു ക്ലൈമറ്റായിരുന്നു. ഒരു എന്താ പറയുക, ഒരു 6:37 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് നമുക്കവിടെ നിൽക്കാൻ പറ്റുന്ന ഒരു ക്ലൈമറ്റ് തന്നെയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ വേറൊരു പാർക്കിലും കൂടെ കയറാനുള്ളതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല. എല്ലാ സെറ്റപ്പൊക്കെ ആയിട്ടായിരുന്നു പോയത്. പിന്നെ മോളും ഉണ്ണിയണ്ണും ഇറങ്ങി കുറേ നേരം വെള്ളത്തിൽ കളിച്ചു. ഏതായാലും ഈ ഒരു ഹോളിഡേയ്സിന് പോകാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. കാരണം പിന്നെ ഒരു പ്രശ്നമുണ്ട്, 7 മണി വരെ അവിടെ നമ്മൾ വെള്ളത്തിൽ ഇറക്കുള്ളൂ. പക്ഷേ അതിൻ്റെ നിയർ ബൈ ബീച്ച് സൈഡിലൊക്കെ എല്ലാവരും ഗ്യാദർ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ആ ഒരു പ്രോബ്ലം ഉണ്ട്. 7 മണിയോടുകൂടി എല്ലാവരും വെള്ളത്തിൽ നിന്ന് കയറണം. പിന്നെ നമ്മളൊരു ഫാമിലി ഫ്രണ്ടും കൂടിയാണ് പോയത്. അവരും കൂടിയിട്ട് പ്ലാൻ ആയിരുന്നു കേട്ടോ. കുട്ടികളുള്ളതുകൊണ്ട് തന്നെ പാർക്കിൽ കയറാതെ വരാൻ ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ പാർക്കിലും കയറി. ഇവിടുന്ന് നേരെ വിട്ടത് ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് വരുന്ന മംസാർ പാർക്കിലേക്കാണ് കേട്ടോ. അവിടെ പോയി കുറേ നേരം ഞങ്ങൾ ഉള്ളിൽക്കൂടെയൊക്കെ നടന്നു. പക്ഷെ അവിടെ ഭയങ്കര ചൂടായിരുന്നു. നല്ല ചൂടുണ്ടായിരുന്നു. നല്ലതായിട്ട് വിയർക്കുന്ന രീതിയിൽ ചൂടുണ്ടായിരുന്നു.